നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നെന്ന് സ്ഥിരീകരിച്ച് വസ്തുതാന്വേഷണ റിപ്പോർട്ട്. മെമ്മറി കാർഡ് 3 തവണ പരിശോധിച്ചു എന്നാണ് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിലുള്ളത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നേരത്തെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അതിജീവിത മുന്നോട്ട് വെച്ചിരുന്ന ആശങ്കകൾ ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഒരു അട്ടിമറി നടന്നു എന്നുള്ളൊരു സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ അത് എത്രത്തോളം പ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം? ശ്രീകാന്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്ന് പറയാതിരിക്കാനാകില്ല. കാരണം കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു, അത് തുറന്നു നോക്കി എന്നൊക്കെ പറയുന്നത് അത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 3 തവണയായി അനധികൃത പരിശോധന നടന്നു എന്നാണ് കണ്ടെത്തിയത്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ എന്നിവരാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. മജിസ്ട്രേറ്റ് ലീന റഷീദാണ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചത്. സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് മെമ്മറി കാർഡ് കൈവശം വച്ചതെന്ന് ഇവരുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചു. രാത്രി 10:52 മഹേഷ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത്. ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് മെമ്മറി കാർഡ് തൻ്റെ ഫോണിലിട്ട് പരിശോധിച്ചതെന്ന് മഹേഷ് പറയുന്നു. 2022 ഫെബ്രുവരിയിൽ ഈ ഫോൺ യാത്രക്കിടെ നഷ്ടമായെന്നാണ് മഹേഷ് നൽകിയിരിക്കുന്ന മൊഴി. 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്താർ മെമ്മറി കാർഡ് പരിശോധിച്ചു. താജുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥനാണ് പരിശോധിച്ചത്. കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ് ശിരസ്താർ പരിശോധിച്ചിട്ടുള്ളത്. വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് ചുമതല ഇതിനായി നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതിയിൽ അവർ ഇക്കാര്യത്തിൽ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നു. ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ അതിജീവിത. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചിട്ടില്ല എന്ന് അതിജീവിത ആരോപിക്കുന്നു. മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് അതിജീവിത ആരോപിക്കുന്നു. വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അതായത് അതീവ ഗുരുതരം എന്ന് കൃത്യമായി പറയേണ്ട കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ, മെമ്മറി കാർഡുകൾ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു. മജിസ്ട്രേറ്റ് അടക്കം താഴേക്കുള്ള ജീവനക്കാരടക്കം ഇത് പരിശോധിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി പരിശോധിച്ചു എന്നറിയില്ല. ആ തെളിവ് തിരിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് കോടതി സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. എന്നിട്ടും ഈ പ്രതികൾക്കെതിരെ എന്ത് നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നും തന്നെ പറയുന്നില്ല. അതിനാൽ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അത് അന്വേഷിക്കണമെന്നാണ് അവർ ഹൈക്കോടതിയിൽ അതിജീവിത ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് അത് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ജില്ലാ സെഷൻസ് ജഡ്ജി ശ്രമിക്കുന്നത് എന്നുകൂടി അവർ പറയുന്നു. അതിനാൽ ഈ റിപ്പോർട്ട് തള്ളണം, ഇതാണ് അവരുടെ ആവശ്യം. ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുമ്പോൾ അത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും ഇനി ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കാം.